നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ക്ലാസ്സുകളായി ഇതിനെ പറ്റി പഠിക്കുകയാണ്. കേരള പോലീസ് ഡ്രൈവറിനെ പറ്റി പഠിക്കുകയാണ് അല്ലേ. ഏപ്രിൽ 16 നമുക്ക് എക്സാം ഉണ്ട്. നമ്മൾ അതിനു മുമ്പ് എന്ത് ചെയ്യും? ഈ പറഞ്ഞ 1-2 ആഴ്ച കൊണ്ട് എന്ത് കവർ ചെയ്യും? ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്ത് പോകും. 30 മാർക്കാണ് ഈ ഡ്രൈവർ ടോപ്പിക്കിന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ക്ലാസ്സുകളിടും? ബാക്കി വരുന്ന എല്ലാ ക്ലാസ്സുകളും നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമുക്ക് എന്തുണ്ടായി ഈ പറഞ്ഞ കോഴ്സുകൾ നമ്മൾ ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി? കോൺടാക്ട് ചെയ്താൽ മതിയാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനെ പറ്റി പഠിച്ചു? ഈ പറയുന്ന സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 കുറച്ച് സെക്ഷൻസ് കവർ ചെയ്തായിരുന്നു. അതിന്റെ ബാക്കിയാണ് പാർട്ട് 2 ആണെന്ന് പറയുന്നത് ഈ പറയുന്ന വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ടോപ്പിക് ആയിട്ടായിരിക്കും വരുന്നത്. ഏകദേശം 5 മാർക്കിന്റെ ടോപ്പിക് നമ്മൾ എന്ത് ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞു. ഈ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം സെക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഇത് കഴിയുന്നതോടെ എന്ത് ചെയ്യും? അടുത്ത ടോപ്പിക്കായിട്ട് നിങ്ങൾ മുന്നോട്ട് എത്തും. സമയം കളയുന്നില്ല, നമുക്ക് ഏകദേശം പെട്ടെന്ന് പഠിച്ചു തീർക്കേണ്ടതുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനെ പറ്റി പഠിച്ചു? 15 പഠിച്ചു. അതിൽ 15-ൽ 3 നമ്മൾ ഏറ്റവും ലാസ്റ്റ് പഠിച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി. ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു പോയി. അതുപോലെ ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് എത്ര ദിവസം? 30 ദിവസം കഴിഞ്ഞ് ലേണേഴ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലൈസൻസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ പറഞ്ഞു പോയായിരുന്നു. 3, 4, 5 ആക്റ്റുകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ആ പറയുന്ന നിയമങ്ങളും റൂളൊക്കെ നമ്മൾ പഠിച്ചു പോയി. ഇനി പറയുന്ന റൂൾ ഏതാണ്? 16 ആണ്. നമ്മൾ ഇതിനെ പറ്റിയാണ് പറയുന്നത്. 16-ലാണ്. 16-ൽ പറയുന്ന ഫോമിനെ പറ്റിയാണ്. ഈ പറയുന്ന ഏതൊക്കെ ഫോം എന്നൊക്കെ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഓരോന്നിനും ഓരോ ഫോമാണ്. ഇത് ചോദിക്കാം. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഇതിന് ഏത് ഫോമാണ് ആപ്റ്റാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? തിരഞ്ഞെടുക്കേണ്ടി വരും. ഓർത്തിരിക്കാം. ഇപ്പോൾ ലേണേഴ്സ് ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് അതൊക്കെ പുതുക്കൽ, അതുപോലെ ലൈസൻസിൽ മറ്റൊരു ക്ലാസ് വാഹനം കൂട്ടിച്ചേർക്കൽ, പേര്, അഡ്രസ്സ് എന്നിവ മാറ്റം വരുത്തുക എന്താണ്? അപേക്ഷ 2 നമ്മൾ പഠിച്ചു. ഫോം 2 പഠിച്ച ഓർമ്മയുണ്ടല്ലോ. പുതിയ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് ഫോം 2 എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. അതുപോലെ തന്നെ ഇതാണ് ഈ പറയുന്ന ലേണേഴ്സ് ലൈസൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ അല്ലെങ്കിൽ ലൈസൻസിൽ മറ്റൊരു ക്ലാസ് വാഹനം ആഡ് ചെയ്യാനും പേര്, അഡ്രസ്സ് ഒക്കെ മാറ്റാൻ ഏതാണ്? ഫോം 2 പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾ എപ്പോഴെങ്കിലും പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് എന്തറിയത്തില്ല, അതാണ് ഫോം 2 എന്ന് അറിയത്തുണ്ടായിരിക്കത്തില്ല. ഓക്കെ. അടുത്ത ലേണേഴ്സ് ലൈസൻസ് മാത്രമാണെങ്കിൽ ഇതിൽ വരാൻ പറയുന്നത് ഫോം 3 ആണ്. ലേണേഴ്സ് ലൈസൻസിനെ പറ്റി പറയുന്നത് ഏതാണ്? ഫോം 3 ആണ്. ലേണേഴ്സ് ലൈസൻസും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കലാണെങ്കിൽ ഇതിൽ വരും? ഫോം 2 വരും. ലേണേഴ്സ് ലൈസൻസ് മാത്രമാണെങ്കിൽ ഏതാണ് വരുന്നത്? ഈ പറയുന്ന ഫോം 3-ലാണ്. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിനെ പറ്റിയുള്ള അപേക്ഷ അതാണ് ഫോമിൽ ഏതാണ്? 4A ആണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിനുള്ള അപേക്ഷ ഏതാണ്? 4A ആണ്. ഒരു ഡ്രൈവിംഗ് സ്കൂളോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റുകളോ നൽകുന്ന ഫ്യൂവൽ എഫിഷ്യൻ ട്രെയിനിങ് ഏതാണ്? ഫ്യൂവൽ എഫിഷ്യൻ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഏതാണ്? ഫോം 5A ആണ്. അപ്പൊ ചോദിക്കാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഏതാണ്? ഫ്യൂവൽ എഫിഷ്യൻ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഏതാണ്? ഫോം 5A ആണ്. ഓർത്തിരിക്കുക. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അനുവദിക്കുന്ന ഫോം നമ്മൾ ചോദിച്ചു എന്താണ്? പെർമിറ്റ് അപേക്ഷ കൊടുക്കുന്ന ഏതിലാണ്? 4A-ലാണ് അപേക്ഷ കൊടുക്കുന്നത്. പക്ഷേ കിട്ടുന്ന ഏതിലാണ്? 6A-ലാണ്. അപ്പോൾ എളുപ്പമാണല്ലേ. 4A അപേക്ഷ കൊടുത്തു, 6A നമുക്ക് എന്ത് കിട്ടി? അതിന്റെ പെർമിറ്റ് കിട്ടി. ഓർത്തിരിക്കുക. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് അപേക്ഷ 4A, തിരിച്ച് അനുവദിച്ചിരുന്ന ഏതിലാണ്? 6A. ലൈസൻസിങ് അതോറിറ്റി അല്ലെങ്കിൽ ലൈസൻസ് നൽകുന്നതിനും പുതുക്കുന്നതിനും ലാമിനേറ്റ് ചെയ്യുന്നതിനും സ്മാർട്ട് കാർഡ് ടൈപ്പിലാക്കുന്നതിനൊക്കെ ഇപ്പോൾ കൊടുക്കുന്ന ഫോം ഏതാണ്? ഫോം 7 ആണ്. നിങ്ങളൊക്കെ നമുക്ക് പഴയ കാർഡാണ് അല്ലേ. അത് നമുക്ക് എന്താക്കണം? സ്മാർട്ട് കാർഡ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോം 7 പൂരിപ്പിച്ച് കൊടുക്കണം. ഫോം 7 എന്ത് ചെയ്യണം? പൂരിപ്പിച്ച് കൊടുക്കണം. 1-ഓ അതിലധികമോ ക്ലാസ് വാഹനങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്നും സ്ഥിരമായി മാറ്റുന്നതിന് അപ്പം നമുക്ക് എന്തുണ്ടായിരിക്കും? ലൈസൻസിൽ ഞാൻ പറയുമ്പോൾ കാർ ഉണ്ടായിരിക്കും, ബൈക്ക് ഉണ്ടായിരിക്കും, ട്രാൻസ്പോർട്ട് വാഹന ലൈസൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം? ക്ലാസ് വാഹനങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എന്താണ് സ്ഥിരമായി എടുത്ത് കളയുന്നതിൽ മാറ്റുന്നതിന് നമുക്ക് ഏത് ഫോം പൂരിപ്പിച്ച് കൊടുക്കണം? ഫോം 8 ഏതാണ്? ഫോം 8 നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടി വരും. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു പോകാം, കേട്ടിരിക്കുക. ഇപ്പൊ ഈ 2 ആണെങ്കിൽ എന്താണ്? ലേണേഴ്സും ഡ്രൈവിംഗ് ലൈസൻസും എന്ത് ചെയ്യാം? പുതുക്കാം. ലൈസൻസിൽ എന്ത് ചെയ്യാം? മറ്റൊരു ക്ലാസ് വാഹനം കൂട്ടിച്ചേർക്കാം. 2 എടുത്ത് കളയാൻ ഏതാണ്? 8. കൂട്ടിച്ചേർക്കാൻ 2 ഒരു ക്ലാസ് എടുത്ത് കളയാൻ ഏതാണ്? 8 ആണ്. പേര്, അഡ്രസ്സ് എന്നിവ മാറ്റം വരുത്താൻ ഏതാണ്? ഫോം 2 ആണ്. ഓക്കെ അല്ലേ. ലേണേഴ്സ് ലൈസൻസിനെ പറ്റി പറയുന്നത് ഏതാണ്? ഫോം 3 ആണ്. 4A നമ്മൾ പഠിച്ചു അല്ലേ. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് പെർമിറ്റ് അപേക്ഷ കൊടുത്ത 4A, തിരിച്ചു കിട്ടിയത് ഏതാണ്? അനുവദിച്ചു കിട്ടിയതാണ് 6A. 5A എന്താണ്? ഫ്യൂവൽ എഫിഷ്യൻ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ. ഡ്രൈവിംഗ് സ്കൂളോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റുകളോ എന്ത് ചെയ്യുന്നതാണ്? ഈ പറയുന്ന ഫ്യൂവൽ എഫിഷ്യൻ ട്രെയിനിങ് കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത് 5A എന്ന് പറയുന്നത്. 7 എന്താണ്? ലൈസൻസിങ് അതോറിറ്റി എന്ത് ചെയ്യാണ്? ലൈസൻസ് നൽകുന്നതിനും പുതുക്കുന്നതിനും ലാമിനേറ്റ് ചെയ്യുന്നതിനും സ്മാർട്ട് കാർഡ് ടൈപ്പിലാക്കുന്നതിനും എന്താണ്? ഫോം 7 ആണ്. ഓർത്തിരിക്കുക. ഏതാണ്? ഫോം 7 ആണ്. 8 എന്തിനെ പറ്റി പറയുന്നത്? 1-ലധികമോ ക്ലാസ് വാഹനങ്ങൾ എന്ത് നമുക്ക് ലൈസൻസ് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇതാണ്? ഫോം 8 ആണ്. ഓക്കെ. ജസ്റ്റ് ഈ ഫോമുകളൊന്ന് വായിച്ച് പഠിച്ചു വെച്ചിരിക്കുക, ചോദിക്കാം. ഇനി റൂൾ 17 എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ 15 വരെയാണ് പഠിച്ചത്. ഇപ്പൊ 16 ഇപ്പൊ ഏതിനെ പറ്റി പഠിക്കുന്നുണ്ട്? 17 നോക്കാം. മറ്റൊരു ക്ലാസ് വാഹനം തന്റെ ലൈസൻസിൽ കൂട്ടിച്ചേർക്കാൻ, എന്റെ ലൈസൻസിൽ ഇപ്പൊ എനിക്ക് കാറ് മാത്രമേ ഉള്ളൂ, എനിക്ക് എന്ത് ചെയ്യണം? ഒരു സാധനം ബൈക്ക് കൂടെ എടുക്കണം. എന്റെ ലൈസൻസിൽ എന്ത് വേണം? മോട്ടോർ ബൈക്കിന്റെ എന്ത് വേണം? അത് വരണ്ടേ? ക്ലാസ് വരണ്ടേ? അത് വരണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. ഓർത്തിരിക്കുക. ഏതാണ്? റൂൾ 17 ആണ്. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം. മറ്റൊരു ക്ലാസ് വാഹനം തന്റെ ലൈസൻസിൽ കൂട്ടിച്ചേർക്കാൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന് എന്താണ്? അപേക്ഷകന്റെ കൈവശമുള്ള ഫലപ്രദമായ ലേണേഴ്സ് ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസും. ആദ്യം എന്തുണ്ടായിരിക്കണം?
ലേണേഴ്സ് ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം അല്ലേ, ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തും ഉണ്ടായിരിക്കണം, നമ്മൾ പുതിയ പഠിക്കാൻ പോവാണ് അല്ലേ, നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞാൽ ബൈക്ക് മാത്രമേ എനിക്കുള്ളൂ. കാർ എടുക്കാൻ പോകണമെങ്കിൽ ആദ്യം എൻ്റെ എന്തുണ്ടായിരിക്കണം, ലേണേഴ്സ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അത് കൈവശം എന്തുണ്ടായിരിക്കണം, ആദ്യം എന്തുണ്ടായിരിക്കണം, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ക്ലാസ് ആടിയാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ആടിയാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ പുതിയ അതിനുള്ള എന്തും ഉണ്ടായിരിക്കണം, ലേണേഴ്സ് ലൈസൻസും ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ട്രാൻസ്പോർട്ട് വാഹനത്തിനുള്ള അപേക്ഷയുടെ കാര്യത്തിൽ കൈവശമുള്ള ഡ്രൈവിംഗ് ലൈസൻസ്. ഓക്കെ, ട്രാൻസ്പോർട്ട് വാഹനത്തിനുള്ള അപേക്ഷയുടെ കാര്യത്തിൽ കൈവശമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഏതാണുള്ളത്, നമുക്ക് അതെന്ത് ചെയ്യണം, നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ലോറിയോ ബസ്സോ അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്പോർട്ട് വാഹനത്തിന് ലൈസൻസ് എടുക്കാൻ പോകുന്നതിൻ്റെ കൈവശം ഉണ്ടായിരിക്കണം. ആ വാഹനത്തിന്റെ അപേക്ഷയുടെ കാര്യത്തിൽ കൈവശമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഏതാണോ അത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊന്ന് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം, റൂൾ 32 പറയുന്ന നിർദ്ദിഷ്ട ഫീസ്. എത്രയാണ് ഫീസ് എന്ന് പറയുന്നത്? ഒരു ക്ലാസ് വാഹനം ആഡ് ചെയ്യാൻ 500 രൂപയാണ്. ഇപ്പൊ എനിക്ക് ബൈക്കുണ്ട്, കാർ ആഡ് ചെയ്യാൻ 500, അടുത്ത് വേറെ ആഡ് ചെയ്യണമെങ്കിൽ എന്താണ് 500 രൂപ. 500 രൂപയാണ് ഫീസ്. റൂൾ 32 പ്രകാരം എത്രയാണ്? 500 രൂപയാണ് ഫീസ്. ഹെവി ഗുഡ്സ് അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വാഹനം കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഫോം 5A നൽകണം. നമ്മൾ നേരത്തെ 5A പഠിച്ചായിരുന്നു അല്ലേ. ഏതാണ് ഹെവി ഗുഡ്സ് അല്ലെങ്കിൽ ഏതാണ് ഹെവി പാസഞ്ചർ വാഹനം കൂട്ടിച്ചേർക്കാനാണെങ്കിൽ, ട്രാൻസ്പോർട്ട് വാഹനമൊക്കെ കൂട്ടിച്ചേർക്കാനാണെങ്കിൽ പറഞ്ഞ ഹെവി ഗുഡ്സ് അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ ആണെങ്കിൽ ഏത് ഫോം കൊടുക്കണം? 5A ആണ് പൂരിപ്പിച്ച് നൽകേണ്ടത്. ഫോം ഏതാണ്? 5A ആണ്. ട്രാൻസ്പോർട്ട് വാഹനത്തിനുള്ളിലെ അപേക്ഷയാണെങ്കിൽ ഫോം 1A നൽകണം. ഏതാണ്? ട്രാൻസ്പോർട്ട് വാഹനത്തിനുള്ള അപേക്ഷയാണെങ്കിൽ ഏതാണ് ഫോം? നമ്മൾ നേരത്തെ പഠിച്ചു, ഫോം 1A ആണെന്ന് പഠിച്ചല്ലോ. ട്രാൻസ്പോർട്ട് ആണെങ്കിൽ 1A, നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ 2 ആണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ പറയുന്നത്, 17 പറയുന്നത്. അപ്പൊ എനിക്ക് എന്ത് വേണം? എന്റെ ലൈസൻസിൽ എന്ത് ചെയ്യണം? വേറൊരു സാധനം കൂടെ, ഒരു ക്ലാസ് കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആദ്യം എന്തുണ്ടായിരിക്കണം? എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കോമൺ സെൻസ് ആണ് അല്ലേ. രണ്ടാമത് എനിക്ക് എന്ത് വേണം? പുതിയതിനുള്ള എന്താണ്? ലേണേഴ്സ് ലൈസൻസ് വേണം. മൂന്നാമത്തെ കാര്യം എന്താണ്? കൈവശം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് റൂൾ 32 പറയുന്ന നിർദ്ദിഷ്ട ഫീസ് എത്രയാണ്? 500 രൂപയാണ്. ഒരു ക്ലാസ് ആഡ് ചെയ്യാൻ നമുക്ക് എത്രയാണ് ഫീസ് പറയുന്നത്? 500 രൂപയാണ്. അതുപോലെ ഹെവി ഗുഡ്സ് അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വാഹനം കൂടിച്ചേർക്കാനാണ് ഏത് ഫോം വേണം? 5A ആണ്. നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഏത് മതി? 1A മതിയാവും അല്ലേ. നോൺ ട്രാൻസ്പോർട്ട് അല്ല, ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഏത് വേണം? 1A. നമ്മൾ നേരത്തെ പഠിച്ചു ഏതാണ്? നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഏതാണ്? 2 ആണെന്ന് പഠിച്ചു അല്ലേ. ഫോം 2 ആണെന്ന് പഠിച്ചു. ഹെവി ഗുഡ്സ് അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ ആണെങ്കിൽ ഏതാണ്? 5A ആണ്. ഇനി 17A എന്തായിരിക്കും? നേരത്തെ കൂട്ടിച്ചേർക്കലാണെങ്കിൽ ഇത് എന്തായിരിക്കും? ലൈസൻസ് കൈവശമുള്ള ഒരു വ്യക്തി തന്റെ ലൈസൻസിൽ നിന്നും ഒന്നോ അതിലധികമോ ക്ലാസ് വാഹനങ്ങൾ എന്തിനാ ഒഴിവാക്കാൻ. 17 കൂട്ടിച്ചേർക്കലാണെങ്കിൽ 17A എന്തായിരിക്കും? അതെടുത്ത് കളയുകയാണ് അല്ലേ. 17 കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ 17A എന്ത് ചെയ്യും? അതെടുത്ത് കളയുന്നതാണ്. അപ്പോൾ നോക്കുക, ഏതാണ് കൈവശം എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഒന്ന്, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ എന്ത് ചെയ്യും? എടുത്ത് കളയാൻ പറ്റത്തുള്ളൂ അല്ലേ. റൂൾ 32 പറയുന്ന മതിയായ ഫീസ്. ആഡ് ചെയ്യാൻ 500 രൂപ വേണം, പക്ഷേ എടുത്ത് കളയാൻ എത്ര മതി? 200 മതി. നല്ല കാര്യം. ഫോം 8 എത്രയാണ് അല്ലേ. അതുപോലെ ഇത് വേണം, ഫോം 8 വേണം. നമ്മൾ പറഞ്ഞു, നേരത്തെ പഠിച്ചാണ്. നമുക്ക് പറഞ്ഞല്ലേ എന്താണ് ഒരു കാര്യം, നമ്മുടെ ലൈസൻസിൽ ഒരു ക്ലാസ് എടുത്ത് മാറ്റണമെങ്കിൽ നമുക്ക് ഏത് ഫോം പൂരിപ്പിച്ച് കൊടുക്കണം? 8 പൂരിപ്പിച്ച് കൊടുക്കണം. ചോദ്യം വരാം. ഓക്കെ, 17A എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഈ പറഞ്ഞ ലൈസൻസ് കൈവശമുള്ള ഒരു വ്യക്തി തന്റെ ലൈസൻസിൽ നിന്ന് ഒന്നോ അതിലധികമോ ക്ലാസ് വാഹനം ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? 1 ഡ്രൈവിംഗ് ലൈസൻസ് വേണം, 2 റൂൾ 32 പറയുന്ന മതിയായ ഫീസ് വേണം, 3 ഫോം 8 വേണം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നാൽ മാത്രമേ നമ്മുടെ എന്താണ് ലൈസൻസിലുള്ള ഒരു ക്ലാസ് എടുത്ത് മാറ്റാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 15 കഴിഞ്ഞുള്ള 16, 17, 17A നമ്മൾ പഠിച്ചു. 18 എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. റിന്യൂവൽ ഓഫ് എ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ. ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ ഫോം ഏതാണ്? 2 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ് ലൈസൻസ് പുതുക്കാൻ നമുക്ക് എന്ത് വേണം? ഫോം 2 നമ്മുടെ കൈവശം വേണം അല്ലേ. സംസ്ഥാനത്തെ ഏത് ലൈസൻസിങ് അതോറിറ്റിക്കും ഈ ഫോം സമർപ്പിക്കാവുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം? സംസ്ഥാനത്തുള്ള ഏത് ലൈസൻസിങ് അതോറിറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലൈസൻസ് പുതുക്കി തരണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? അപേക്ഷ സമർപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഏതാണ്? റൂൾ 18 നമ്മൾ നേരത്തെ റൂൾ വേണ്ട പഠിച്ചു. അത് ഏതാണ്? ഈ പറയുന്ന CMVR അല്ലേ, MV ആക്ട് ആണ്. അതൊന്നും ഇതിൽ ചേർക്കില്ല കേട്ടോ. ഓരോന്നിലും റൂള് പ്രത്യേകമാണ്. ഓക്കെ, ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ ഫോം ഏതാണ്? 2 സംസ്ഥാനത്തെ ഏത് ലൈസൻസിങ് അതോറിറ്റിക്കും ഈ ഫോം സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട മറ്റ് രേഖകൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറയുന്നത് എന്തിനെ പറ്റിയാണ്? എനിക്ക് എൻ്റെ ലൈസൻസ് പുതുക്കണം. അപ്പം അപേക്ഷ മാത്രം കൊടുത്താൽ അവർ പുതുക്കി തരത്തില്ല. എന്തൊക്കെ കൊടുക്കണം എന്ന് ഓർത്തിരുന്നു. അപ്പം ഇത് പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരു നോളജ് കിട്ടും. ലൈസൻസ് നിങ്ങൾക്ക് പുതുക്കാനുള്ള കാലയളവായി കഴിഞ്ഞാൽ ഏത് ഫോം വാങ്ങണം, എത്രയാണ് ഫീസ്, അതൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു അറിവ് കിട്ടും. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നോക്കിയിരുന്നു എന്തൊക്കെ വേണം കൈവശം. 1, റൂൾ 32 നിർദ്ദേശിക്കുന്ന ഫീസ് എത്രയാണോ അത് വേണം. അതുപോലെ അപേക്ഷകന്റെ അടുത്തിടെ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം കേട്ടോ. നമുക്ക് ലൈസൻസ് പുതുക്കുന്നതിന് അടുത്തിടെ എടുത്ത ഫോട്ടോ വേണം. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പുതുക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അല്ലേ. അതുപോലെ എന്താണ് പുതുക്കുവാനുള്ള ലൈസൻസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് നോൺ ട്രാൻസ്പോർട്ട് ഓടിക്കുന്ന വ്യക്തിയുടെ പ്രായം 40 വയസ്സിന് മുകളിലോ ആയാൽ പുതുക്കാനുള്ള അപേക്ഷയുടെ ഒപ്പം ഏത് ഫോം വേണം? ഫോം 1 നമ്മൾ പഠിച്ചു. ട്രാൻസ്പോർട്ട് ആയാലും നോൺ ട്രാൻസ്പോർട്ട് ആയാലും 40 വയസ്സിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ലൈസൻസ് പുതുക്കാൻ ഏത് ഫോം തന്നെ വേണം? ഫോം 1 വേണം. 2 പോരാ, ഏത് വേണം? ഫോം 1 തന്നെ വേണം. ഹെവി ഗുഡ്സ് വാഹനം അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ആണ് പുതുക്കേണ്ടതെങ്കിൽ ഫോം ഏത് വേണം? 5. അപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു. നോൺ ട്രാൻസ്പോർട്ട് വാഹനം പുതുക്കാൻ 2 മതിയാവും. ട്രാൻസ്പോർട്ട് വാഹനമാണ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ട്രാൻസ്പോർട്ട് വാഹനം ഏത് വേണം? 1 വേണം. പക്ഷേ 40 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഏത് പുതുക്കാനാണെങ്കിൽ എന്ത് വേണം? അയാൾക്ക്
ഫോം 1 ഉണ്ടായിരിക്കണം. ഹെവി ഗുഡ്സും ഹെവി പാസഞ്ചർ ആണെങ്കിൽ എന്താണ് ഫോം 5A വേണം. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ പോകുമ്പോൾ മോട്ടോർ വെഹിക്കിളോ ഓഫീസിൽ പോയി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന RTOയിലൊക്കെ പോയി എന്തെങ്കിലും പുതുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം അവിടെ പോകുമ്പോൾ ഫോം 1 ചോദിക്കാം, ഫോം 5 ചോദിക്കാം, ഫോം 2 ചോദിക്കാം, എന്ത് ചെയ്യാം 8 ചോദിക്കാം. നിങ്ങൾക്ക് കാര്യം ഈ ഫോം എന്തൊക്കെയാണെന്ന് ആർക്കറിയാം? നിങ്ങൾക്ക് അറിയാം. ഇനി 18 17 പഠിച്ചു, 17 എന്താണ് എടുത്ത് കളയലാണ് അല്ലേ. 18 എന്തായിരിക്കും? ഒരു വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് കളഞ്ഞു പോകുകയോ കീറിപ്പോകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ ഇല്ലാതെയോ ചെയ്താൽ ആ വ്യക്തിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് കൊടുക്കുന്നതാണ് 18 എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ 17 പഠിച്ചു, 17 പഠിച്ചു. ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? 18 പഠിച്ചു. എന്താണ് പഠിക്കുന്നത്? 18 ആണ് പഠിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് കളഞ്ഞു പോകുകയോ കീറിപ്പോകുകയോ അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും മാർഗത്തിൽ ഇല്ലാതാകുകയോ ചെയ്താൽ ആ വ്യക്തിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എന്ത് ചെയ്യും? ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം? ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് അപേക്ഷിക്കാവുന്നതാണ്. അതേതാണ് 18 പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ള ആൾക്കാരെ കളഞ്ഞു പോയി നമുക്ക് എന്ത് എടുക്കാൻ പറ്റും? ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എടുക്കാൻ പറ്റും. ഇതിനെപ്പറ്റി പറയുന്നത് മോട്ടോർ വെഹിക്കിൾ റൂൾ അല്ലേ, CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 റൂളാണ് പറയുന്നത്. അതിൽ 18 ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി റൂൾ 21 എന്താണ്? ചുവടെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ലൈസൻസ് ഉള്ള വ്യക്തി അയോഗ്യനാക്കപ്പെടുന്നു കേട്ടോ. 21 പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ലൈസൻസ് എന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്യും. ഓർത്തിരിക്കുക. അപ്പം നിങ്ങളുടെയൊക്കെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന പ്രശ്നമാണ്. നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലിക്ക് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ എന്തെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സസ്പെൻഷൻ വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് ഇല്ല. താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നോക്കാം. ഒന്ന് എന്താണ്? മോട്ടോർ വാഹനം മോഷ്ടിക്കുക. വണ്ടിയൊന്നും എന്ത് ചെയ്യില്ല, മോഷ്ടിക്കരുത് കേട്ടോ. രണ്ടാമത്തത് യാത്രക്കാർക്ക് നേരെയുള്ള അക്രമം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? യാത്രക്കാരെ ആക്രമിക്കാൻ പാടില്ല. 3 യാത്രക്കാരുടെ സാമഗ്രികൾ എന്ത് ചെയ്യലും കവർ ചെയ്യാം. മോഷണം വാഹനമായാലും അവരുടെ സാമഗ്രികൾ എന്ത് ചെയ്യില്ല, നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. ചരക്ക് വാഹനത്തിലെ ചരക്ക് മോഷ്ടിക്കുക, അടിച്ചു മാറ്റൽ, ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ലൈസൻസ് എന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്തോളാം. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവറാണ്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റൂൾ 21 പ്രകാരം എന്ത് ചെയ്യും? നമ്മുടെ മോട്ടോർ വാഹനങ്ങൾ മോഷ്ടിച്ചാലോ യാത്രക്കാർക്കെതിരെ അക്രമം നടത്തിയാലോ അവരുടെ സാധനങ്ങൾ അടിച്ചു മാറ്റിയാലോ അല്ലെങ്കിൽ ചരക്ക് വാഹനത്തിൽ ചരക്ക് എന്ത് ചെയ്യും? മോഷ്ടിക്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. റൂൾ ഏതാണ്? റൂൾ 21. ഏതെങ്കിലും നിയമപ്രകാരം നിരോധിച്ച ചരക്ക് കടത്തി കഴിഞ്ഞാൽ, നിയമപ്രകാരം നമുക്ക് ഇപ്പോൾ പറയുന്ന വാറ്റൊക്കെ ഉണ്ടല്ലോ, അത് കടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോലീസ് പിടിക്കും. എന്ത് ചെയ്യും? നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കളയുകയും ചെയ്യും. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അദ്ദേഹത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ലൈസൻസ് കട്ട് ചെയ്ത് കളയും. യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ജയിലിൽ കിടക്കാം. നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ലൈസൻസിന്റെ ആവശ്യമില്ല അല്ലേ. അതുപോലെ ചരക്ക് വണ്ടിയിൽ അമിതമായി ചരക്ക് കയറ്റി കഴിഞ്ഞാൽ എന്ത്? ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. ഓർത്തിരിക്കുക. കാശിനോ അല്ലാതെയോ ചരക്ക് വാഹനത്തിന്റെ ഡ്രൈവർ ക്യാബിനിൽ കൊള്ളാവുന്നതിനപ്പുറം ആളുകളെ കയറ്റുക അല്ലെങ്കിൽ വാഹനത്തിന് പുറത്ത് ആൾക്കാരെ കയറ്റുക. നേരത്തെ പഠിച്ചാണ്. കാശ് വാങ്ങി എന്ത് ചെയ്യില്ല, ചരക്ക് വാഹനത്തിൽ ആരെയും കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ ക്യാബിനിൽ കൊള്ളുന്നേക്കുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പാടില്ല, ക്യാബിനിൽ കയറ്റാൻ പാടില്ല. അങ്ങനെ ചെയ്ത് എന്ത് ചെയ്യും? അയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്യും. ഓർത്തിരിക്കുക. അതുപോലെ മോട്ടോർ വാഹന നിയമത്തിലെ 134 വകുപ്പ് ലംഘനം. നമ്മൾ ഈ പറയുന്ന വകുപ്പുകളൊക്കെ ഇനി പഠിക്കും കേട്ടോ. അപ്പം 134 ലംഘിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അപ്പൊ ചോദിക്കാം, ആ മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഒരാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന? താഴെ പറയുന്ന ഏതായിരിക്കും? 134 ആയിരിക്കും. അധികാരപ്പെട്ട വ്യക്തി നിർത്താൻ സിഗ്നൽ കാണിച്ചിട്ട് നിർത്താം. നമ്മൾ പോലീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ടാറ്റ പറഞ്ഞിട്ട് പോകും. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അവസാനം ജോലി കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും. യാത്രക്കാര് ചരക്ക് കയറ്റുമതി ചെയ്യുന്ന, അതുപോലെ യാത്രക്കാര് ചരക്ക് കയറ്റുമതി ചെയ്യുന്നവർ, അതുപോലെ ചരക്ക് വിതരണം ചെയ്യുന്നവർ എന്നിവരോട് മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും നമ്മൾ ഇതിന്റെ വളരെ ബിഹേവ് ചെയ്യാനൊന്നും പാടില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് ലൈസൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുക വലിക്കുക കേട്ടോ. പുകയെന്ന് വലിച്ച് എന്ത് ചെയ്യില്ല? പബ്ലിക് സർവീസ് വാഹനം ഓടിക്കരുത്. റോഡ് ഉപയോഗിക്കുന്ന ആൾക്കും അതുപോലെ യാത്രക്കാർക്കും എന്തെങ്കിലും ശല്യം ഒന്നും ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും വാഹനം പൊതു സ്ഥലത്ത് ഉപേക്ഷിച്ച് പോകരുത്. നിർത്തിയിട്ട് പോകുന്ന കാര്യമാണ് കേട്ടോ. റോഡ് നടക്കുന്നത് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് പൊക്കളയിൽ എന്തെങ്കിലും നമ്മുടെ ലൈസൻസ് അവർ സസ്പെൻഡ് ചെയ്ത് കളയും. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വാഹനത്തിൽ കയറുന്നതിലോ കയറാൻ തയ്യാറെടുക്കുന്നതിലോ ഇടപെടുക, വേറെ വണ്ടി കയറി പോകുമ്പോൾ മറ്റൊരു ഈ വണ്ടി തന്നെ കയറി പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ഇനിയും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. എവിടെയെങ്കിലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അവസാനം നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല? ഈ പറയുന്ന ഗവൺമെന്റ് ജോലി ഒന്നും കിട്ടണമെന്ന് ഇല്ല. ഈ പറയുന്ന ഒരു കാര്യം എന്തെങ്കിലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞു പോകുന്നതാണ്. ഇതെന്താ ഇവിടെ പറയുന്നുണ്ട്, പക്ഷേ CMVR പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. ഡ്രൈവറുടെ റോഡിലെ കാഴ്ചയ്ക്കോ വാഹനത്തിന് മേലുള്ള ശരിയായ നിയന്ത്രണത്തിനോ തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ വ്യക്തികളെ ഇരിക്കുവാനോ സാധനങ്ങൾ കയറ്റുവാനോ എന്തെങ്കിലും അനുവദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെയൊക്കെ ഇരുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അവർ കയറിയിരുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യും? ലൈസൻസ് പോകും. കണ്ടക്ടറുടെയോ യാത്രക്കാരന്റെയോ ആവശ്യാനുസരണം അംഗീകൃത സ്റ്റോപ്പുകളിൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായ രീതിയിൽ നിശ്ചിത സമയത്തേക്ക് വാഹനം നിർത്താതിരിക്കുക. ചില സമയത്തൊക്കെ ആണല്ലോ കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തൂല. അതുപോലെ തന്നെ വണ്ടി നിർത്തിയിടാതിരിക്കുക. കയറ്റാൻ വണ്ടിയിൽ എന്താണ് ഇറങ്ങാനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡ്രൈവർമാർ എന്തെങ്കിലുമില്ല, നിർത്തണമെന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മുടെ ലൈസൻസിന് പ്രശ്നം ഉണ്ടാകും. യാത്രകളിൽ അനാവശ്യമായ കാലതാമസം വരുത്തുകയോ അലഞ്ഞു തിരിയുകയോ ചെയ്യുക. നമുക്കറിയാം, ഓട്ടോക്കാരായാലും ബാക്കി ആൾക്കാരൊക്കെ ആയാലും ബസ്സൊക്കെ ആയാലും ചില സമയത്ത് എന്ത് ചെയ്യണമെന്നില്ല, ചുമ്മാ കൂടുതൽ ദൂരം കറക്കിക്കുക. നമുക്ക് എളുപ്പമുള്ള വഴി ഉണ്ടെങ്കിൽ എന്തെങ്കിലും വലിയ ദൂരം കറങ്ങി വരുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ സമയം കൂടുതൽ എടുക്കുകയും ചെയ്യും. അവർക്ക് എന്ത് കിട്ടും? പൈസയും കൂടുതൽ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ലൈസൻസ് കട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഓർത്തിരിക്കുക കേട്ടോ. ഇനിയും ഉണ്ട്, രണ്ടെണ്ണം കൂടെ പറഞ്ഞു പോവാം.
20 കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇത് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ വീഡിയോയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കേട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, ഈ റൂൾസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കാം. ചിലപ്പോൾ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരാളുടെ ലൈസൻസ് റദ്ദാക്കുന്നത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നത് ചോദിക്കാം. 19, മതിയായ കാരണമില്ലാതെ വാഹനം വാടകയ്ക്ക് എടുത്താൽ പറയുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് ദൂരം കുറഞ്ഞ വഴിയിലൂടെ പോകാതിരിക്കും. അപ്പോൾ എന്താണ്, ഒന്ന് മതിയായ കാരണമില്ലാതെ വാഹനം വാടകയ്ക്ക് എടുത്താൽ, അതുപോലെ തന്നെ എന്താണ് പറയുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ദൂരം കുറഞ്ഞ വഴിയിലൂടെ പോകാതിരുന്നാലൊക്കെ നമ്മൾ ഓട്ടോയിലൊക്കെ പോകുന്ന സമയത്താണല്ലേ നമ്മളിപ്പം പറയുന്നത് ഇവിടെ ഒരു കിലോമീറ്റർ പോയാൽ മതിയായിരിക്കും, കാരണം എന്താ 10 കിലോമീറ്റർ ഇറങ്ങി കൊണ്ടുപോകും. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മുടെ ലൈസൻസ് ഒക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു മോട്ടോർ ക്യാബിന്റെ ഡ്രൈവർ നിയമപരമായ അർഹതയുള്ളതിലും അധികമായി കൂലി ആവശ്യപ്പെടുകയോ ഈടാക്കുകയോ വാഹനം ഓടിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, എനിക്ക് ഇതിലും കൂടുതൽ പൈസ കിട്ടിയാൽ മാത്രമേ ഞാൻ വാഹനം എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ എന്താണ് അതുപോലെ തന്നെ എന്താണ് കൂലി കൂടുതൽ ആവശ്യപ്പെടുക, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യാം, ലൈസൻസ് കട്ടായി പോകാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വയ്ക്കുക. കാര്യം CMVR 1989 എന്തെങ്കിലും പറയുന്നുണ്ട്, ഇത്രയും പറയുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറ്റും, ലൈസൻസ് കട്ടാവും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രതിഷേധത്തിന്റെയോ പ്രക്ഷോഭത്തിന്റെയോ ഭാഗമായി ട്രാൻസ്പോർട്ട് വാഹനം പൊതുസ്ഥലത്തോ മറ്റു സ്ഥലങ്ങളിലോ പൊതുജനങ്ങൾക്കോ യാത്രക്കാർക്കോ തടസ്സമോ അസൗകര്യമോ ഉണ്ടാകുന്ന തരത്തിൽ ഉപേക്ഷിച്ചു പോവുക. അപ്പൊ ഇങ്ങനെ കൊണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും, ലൈസൻസ് കട്ട്. ഇടയ്ക്കൊക്കെ ഏതൊക്കെയോ വാഹനങ്ങൾ എന്ത് ചെയ്തു, റോഡിൽ കൊണ്ടിട്ടിട്ട് എന്ത് ചെയ്തു, സമരം ചെയ്തായിരുന്നു അല്ലേ. അതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ലൈസൻസിന് കട്ട് ചെയ്യാം. KSRTC ആണെന്ന് തോന്നുന്നു, വാഹനം എടുക്കത്തില്ലെന്ന് എന്തോ പറഞ്ഞ് റോഡിലൊക്കെ എന്ത് ചെയ്തു, ഇട്ടിട്ട് പോയൊരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റാം, പൊതുസ്ഥലത്ത് അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റാം, നമ്മുടെ ലൈസൻസ് കട്ട് ചെയ്യാനുള്ള റൂളുണ്ട്. CMVR എടുത്ത് പറയുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈസൻസ് കട്ടായി പോകും. ഓക്കെയാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും പറയുന്നില്ല, എനിക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം മതിയാണ്. ഒരു പ്രാവശ്യം പറയുന്നുള്ളൂ, വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കാര്യം എന്താണ്, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഏതിലാണ് പറയുന്നത്, പക്ഷേ 21 ചുവടെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ലൈസൻസ് എന്ത് ചെയ്യാം, വ്യക്തി അയോഗ്യനാക്കപ്പെടാം, ലൈസൻസ് എന്ത് ചെയ്യാം, കിട്ടാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാകാം. ഈ പറഞ്ഞ 21 കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, RTO എന്ത് ചെയ്യാം, നിങ്ങളെ സസ്പെൻഡ് ചെയ്യാം, ലൈസൻസ് എന്ത് ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ. റൂൾ 22 എന്താണെന്ന് നോക്കാം. കോടതി ഒരു ലൈസൻസ് ഹോൾഡറെ ചുവടെ പറയുന്ന കാര്യങ്ങൾ ശിക്ഷിക്കുകയോ അതല്ലെങ്കിൽ എന്താണ് അത് ലൈസൻസിൽ എൻഡോസ് ചെയ്യപ്പെടും അല്ലേ. താഴെ പറയാം, നമ്മൾ ഒരു തെറ്റ് ചെയ്തു കേട്ടോ, ഞാനിപ്പോൾ എന്താണ് കോടതിയിൽ ഒരു തെറ്റ് ചെയ്തു, അയാൾക്ക് എന്ത് ചെയ്യാം, അതപ്പോൾ എന്ത് ചെയ്യാം, ആ തെറ്റ് എന്ത് ചെയ്യാം, എൻ്റെ ലൈസൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, കുറ്റം രേഖപ്പെടുത്താൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂല, ഈ പറയുന്ന ഗവൺമെന്റ് ജോലിക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കോടതി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, കോടതി ഒരു ലൈസൻസ് ഹോൾഡറെ ചുവടെ പറയുന്ന കാര്യങ്ങൾ ശിക്ഷിക്കുകയാണെങ്കിൽ ആ ലൈസൻസിൽ എന്ത് ചെയ്യാം, കുറ്റം രേഖപ്പെടുത്തും. അങ്ങനെ എത്രയൊക്കെ കുറ്റങ്ങളാകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പിന്നെ അപ്ലൈ പറയുന്ന ഇപ്പോൾ എന്താണ് നമ്മുടെ പോലീസൊക്കെ എന്ത് എഴുതാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യില്ല, ലൈസൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, കോടതി ശിക്ഷിക്കപ്പെടുന്ന രീതിയിലൊന്നും ഒന്നും ചെയ്യരുത്. കോടതി ഒരു ലൈസൻസ് ഹോൾഡറെ ചുവടെ പറയുന്ന കാര്യങ്ങൾ ശിക്ഷിക്കുകയാണെങ്കിൽ ആ ലൈസൻസ് എന്ത് ചെയ്യും, ആ കുറ്റം എൻഡോഴ്സ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറ്റം രേഖപ്പെടുത്തും. ഓർത്തിരിക്കുക, ലൈസൻസിൽ എന്ത് ചെയ്യും, രേഖപ്പെടുത്തും. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി സെക്ഷനോട്ട് പോകാം. നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞു നോക്കാം. 22 നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞാണ് എന്താന്ന് പറയുന്നത് 22 കോടതിയുടെ കാര്യമാണ്. കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 22. പിന്നെ ഈ പറയുന്ന 21 എന്താണ്, 22 എന്ന് പറഞ്ഞാൽ കോടതിയാണ്. 21 എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ ലൈസൻസ് എന്ത് ചെയ്യാൻ സസ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് 21 സസ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നു, 22 എന്തിനെ പറ്റി പറയുന്നു, കോടതിയെ പറ്റി പറയുന്നു. രണ്ടും എന്താണ്, ലൈസൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. 18 എന്ന് പറയുന്നത് എന്തായിരുന്നു, ലൈസൻസ് പുതുക്കുന്നതാണ് കേട്ടോ. ലൈസൻസ് പുതുക്കാൻ 18. അതിൽ 18 എന്തോന്നാണ്, ഈ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ലൈസൻസ് പുതുക്കുന്നത് 18 എന്ന് പറയുന്നത് എന്തോന്നാണ്, ഈ പറയുന്ന ലൈസൻസിന്റെ എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതാണ്. 17 എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മൾ പഠിച്ചു അല്ലേ. 17 എന്ന് പറയുന്നത് എന്താണ്, മറ്റൊരു ക്ലാസ് വാഹനം തന്റെ ലൈസൻസിൽ കൂടിച്ചേർക്കാനാണ് 17 എന്ന് പറയുന്നത്. 17 എന്തായിരിക്കും, അപ്പം ലൈസൻസിനുള്ള ഒരു സാധനം എന്ത് ചെയ്യണം, ഒരു ക്ലാസ് എന്ത് ചെയ്യുക, എടുത്ത് കളയുക എന്ന് പറയുന്നതാണ് 17A എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പഠിച്ചു, നമ്മൾ ഫോംസും പഠിച്ചു അല്ലേ. ഏതൊക്കെ ഫോം ഉണ്ടെന്ന് കൂടെ പഠിച്ചപ്പോഴാണ് നമ്മൾ എന്ത് ഇത്രയും കാര്യം എത്തിയത്. ഇനി സെക്ഷൻസ് ആണ് പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും പറഞ്ഞ വെച്ചാൽ റൂളാണ്. റൂൾ 17A, റൂൾ 16, റൂൾ 15 ഏത് വരുന്ന നമ്മൾ ഈ പറഞ്ഞ CMVR അല്ലേ, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂള് 1989 കുറച്ച് റൂളാണ് നമ്മൾ പഠിച്ചത്. ഇതാണ് റൂൾസ് ആണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചത്. ഇനി പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്, സെക്ഷൻസിനെ പറ്റിയാണ്. സെക്ഷൻസ് ചോദിച്ചിട്ടുണ്ട് പണ്ട് മുതലേ. പോലീസ് ഡ്രൈവർ അല്ലെങ്കിൽ ഏത് ഡ്രൈവർ ആയാലും സെക്ഷൻസ് ചോദിക്കാറുണ്ട്. നമുക്കറിയാം IPC പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ചോദിക്കുന്നത്, സെക്ഷൻസ് ആണല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷൻസ് എന്തായാലും ഓർത്തിരിക്കുക. CMVRലെ കുറച്ച് സെക്ഷൻസ് പഠിക്കാനുണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ടോപ്പിക്. CMVRലെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന ഇപ്പോൾ ഇനി പറഞ്ഞു പോകുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഏതാണ്, സെക്ഷൻ 3 എന്താണ് ചോദിക്കാം. സെക്ഷൻ 3 എന്താണെന്ന്, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ 3 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരം വാഹനം ഓടിക്കാൻ വേണ്ട ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാറിൻ്റെ ലൈസൻസ് ഉണ്ട്, എന്താ ഞാൻ ബസ്സൊക്കെ ഓടിച്ചിരിക്കുന്നുണ്ടാവും, സെക്ഷൻ 3 പ്രകാരമായിരിക്കും പ്രശ്നം വരുന്നത്. ഇതാണ് സെക്ഷൻ 3 ആണ്. ഓർത്തിരിക്കുക എന്താണ്, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, അതാണ് ഇതെന്ന് പറയുന്നത് സെക്ഷൻ 3 എന്ന് പറയുന്നത്. സെക്ഷൻ 6 എന്താണെന്ന് നോക്കാം. മറ്റൊരു വ്യക്തിയെ തന്റെ ലൈസൻസ് ഉപയോഗിക്കാൻ അനുവദിക്കുക. ഞാൻ എൻ്റെ ലൈസൻസ് എടുത്ത് വേറെ കൊടുത്തിട്ട് നീ ഓടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്ഷൻ 6. ഇതാണ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ സെക്ഷൻ 3 ആണ്. എൻ്റെ ലൈസൻസ് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതാണ് സെക്ഷൻ 6 2 ആണ്. ഓക്കെ അല്ലേ. ഇനി സെക്ഷൻ 23
23 2 3 23 അല്ലേ? ഓക്കെ 23. അയോഗ്യനായിരിക്കുമ്പോൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്താണ് സസ്പെൻഡ് ചെയ്ത് വീട്ടിൽ ഇരിക്കുകയാണ് അല്ലേ? വാഹനം ഓടിക്കാൻ പാടില്ല. അങ്ങനെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എന്താണ് സെക്ഷൻ 23 പ്രകാരമാണ് പ്രശ്നം. 3 6 2 23 മൂന്നെണ്ണം പഠിക്കാം. ആദ്യം മൂന്നെണ്ണം പഠിച്ചു പോകാം. ഏതൊക്കെയാണ്? 3 6 2 23 മൂന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എനിക്ക് ബൈക്കിന്റെ ലൈസൻസ് മാത്രമല്ല എന്തുകൊണ്ട് ഓടിക്കാൻ പാടില്ല? കാർ ഓടിക്കാൻ പാടില്ല. 6 2 എന്താണ്? എന്റെ ലൈസൻസ് വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. 23 എന്താണ്? അയോഗ്യനായിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? വാഹനം ഓടിക്കാൻ പാടില്ല. മൂന്നെണ്ണം പഠിച്ചല്ലോ, കൂടെ പഠിച്ചു പോകാം. മൂന്നെണ്ണം പഠിച്ചു. 39 എന്തായിരിക്കും? രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഓടിച്ചു. വണ്ടിക്ക് എന്ത് വേണം? രജിസ്ട്രേഷൻ വേണം അല്ലേ? ഇപ്പൊ നമുക്ക് എന്താണ്? ഇപ്പൊ നമുക്ക് കൂടുതലായിട്ടും വണ്ടി അവർ എന്ത് ചെയ്യില്ല, ടെമ്പററി എടുത്ത് തരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് രജിസ്ട്രേഷൻ എടുത്ത് തന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വണ്ടി അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? രജിസ്ട്രേഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ ഓടിക്കാൻ പാടില്ല? വണ്ടി ഓടിക്കാൻ പാടില്ല. രജിസ്ട്രേഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? വാഹനം ഓടിക്കാൻ പാടില്ല. സെക്ഷൻ 39 എന്താണ് സെക്ഷൻ 56? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ പാടില്ല. ഫിറ്റ്നസ് ഇല്ലാതെ ഏത് വാഹനമാണ്? ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ പാടില്ല. അപ്പൊ 39 ഏതാണ്? രജിസ്ട്രേഷൻ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല. 56 ഏതാണ്? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഓടിക്കാൻ പാടില്ല, ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ പാടില്ല. അപ്പൊ 66 എന്തായിരിക്കും? 66 വകുപ്പിനെ ലംഘിച്ചുകൊണ്ട് പെർമിറ്റ് ഇല്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാം. അതായത് എന്താണ് പറയുന്നത്? ഈ പറയുന്ന ഓടിക്കാൻ പാടില്ല 56 പറഞ്ഞു. അപ്പൊ അത് ലംഘിച്ച് വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയാണ് ഈ പറയുന്ന 66 പറയുന്നത്. 66 വകുപ്പിൽ ലംഘിച്ചുകൊണ്ട് പെർമിറ്റ് ഇല്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുക എന്ന് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഓടിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് 56 പറയുന്നത്. പക്ഷെ അങ്ങനെ തിരിച്ച് നമ്മൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ആ സെക്ഷൻ ഏതാണ്? 66 ഓക്കെ. 118 നോക്കാം. 118 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. റൂൾ 118 ലംഘിച്ചുകൊണ്ട് സ്പീഡ് ഗവർണർ ഇല്ലാതെ വാഹനം ഓടിക്കുക. അതായത് സ്പീഡ് ഗവർണർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല, ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ പാടില്ല. നമുക്കറിയാലേ സ്പീഡ് ഒരു ലിമിറ്റ് കട്ടാവും. അപ്പോൾ സ്പീഡ് ഗവർണർ ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ ഏതാണ് റൂള്? 118 ഓർത്തിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞു പോകാം. 39 എന്താണ്? രജിസ്ട്രേഷൻ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല. 56 എന്താണ്? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് ഇത് 56. പക്ഷെ അതങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ ഇതാണ് 66 66 വകുപ്പിനെ ലംഘിച്ചുകൊണ്ട് പെർമിറ്റ് ഇല്ലാതെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എന്ത് ചെയ്യാണ്? ഓടിക്കുന്നതാണ്. 118 എന്താണ്? റൂൾ 118 ലംഘിച്ചുകൊണ്ട് സ്പീഡ് ഗവർണർ ഇല്ലാതെ എന്ത് ചെയ്യുന്നു? വാഹനം ഓടിക്കുന്നതാണ് എന്ന് പറയുന്ന റൂള് 118 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സെക്ഷൻ 114 എന്താണ്? 118 കഴിഞ്ഞിട്ടാണ് 114 പറയുന്നത്. 114 വകുപ്പിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുക. ഏതൊക്കെയാണ്? അതായത് അധിക ഭാരമുണ്ടോ എന്ന് സംശയിക്കുന്ന വാഹനത്തെ വെയിറ്റ് ബ്രിഡ്ജിൽ എന്ത് ചെയ്യാൻ കൊണ്ടുപോകാതെ അല്ലെങ്കിൽ പരിശോധിക്കാൻ എന്ത് ചെയ്യാണ്? പരാജയപ്പെടുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ ഡ്രൈവറാണ്, ഞാൻ ലോറി ഡ്രൈവറാണ്, നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചില്ലേ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് വെച്ചാൽ വണ്ടിയുടെ വെയിറ്റും വണ്ടിയിൽ കയറ്റാവുന്ന പരമാവധി വെയിറ്റും പറഞ്ഞിട്ടുണ്ട്. അതിനോട് കൂട്ടുന്നതാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ എനിക്കൊരു 5 ടൺ വെയിറ്റ് കയറ്റാം. 5 ടൺ വെയിറ്റ് കയറ്റാം. ഞാൻ എന്ത് ചെയ്യാണ്? 6 ടൺ കയറ്റി കാണും. എനിക്ക് 6 ടൺ കയറ്റിയൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തില്ല? ഈ വെയിറ്റ് ബ്രിഡ്ജിൽ കൊണ്ടുപോയി വെയിറ്റ് നോക്കുന്ന ബ്രിഡ്ജാണ് കേട്ടോ. നമ്മൾ ഹെവി വെഹിക്കിളൊക്കെ എത്ര വെയിറ്റ് കയറ്റിയിട്ടുണ്ടെന്നൊക്കെ അറിയാനുള്ള ഒരു മെഷീനാണ് ഈ പ്രധാനം. അവിടെ കൊണ്ടുപോകാൻ ഞാൻ എന്ത് ചെയ്യണം? കൊണ്ടുപോയില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പരിശോധന നടത്താൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പരാജയപ്പെട്ടു. ഞാൻ കൊണ്ടുപോയില്ല. ഞാൻ എന്ത് ചെയ്യണം? റോഡ് ഇറക്കി വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ ഉണ്ടായാൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഇത് 114. ഞാൻ എന്താണ്? ഓവർലോഡ് കയറ്റി എന്ത് ചെയ്യാണ്? വെയിറ്റ് ബ്രിഡ്ജിൽ കൊണ്ടുപോകാൻ എന്ത് ചെയ്യില്ല? ഓവർ വെയിറ്റ് കയറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അമിതഭാരമാണ്. അതാണ് ഇതിൽ പറയുന്നത് 114 പറയുന്നത്. ഇനി എന്തായിരിക്കും 130? നിശ്ചിത സമയത്തിനുള്ളിൽ ലൈസൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കാൻ വിസമ്മതിക്കുകയോ സാധിക്കാതിരിക്കുകയോ ചെയ്യും. അപ്പോൾ എന്നെ പോലീസ് പിടിച്ചിട്ട് പറയാം ഇത്രയും ദിവസം എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ത് ചെയ്യുക? സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയുമ്പോൾ എനിക്ക് സൗകര്യമില്ലെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതേ സെക്ഷനാണ് 130. അവർ പറയുന്ന ഒരു ഡേറ്റിനകത്ത് ഞാൻ എന്ത് ചെയ്യണം? ഹാജരാക്കണം. ഏതാണ് സെക്ഷൻ? ഇതാണ് 130. ഓർത്തിരിക്കുക. 132 ഏതാണ്? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. 3 ലൈസൻസിൻ്റെ ഉണ്ടെങ്കിൽ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. 6 2 ലൈസൻസ് വേറൊരാൾക്ക് കൊടുക്കുന്നതാണ്. 23 എന്താണ്? അയോഗ്യനായിരിക്കും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? വാഹനം ഓടിക്കാൻ പാടില്ല. 39 എന്താണ്? രജിസ്ട്രേഷൻ ഇല്ല വണ്ടി ഓടിക്കാൻ പാടില്ല. 56 എന്താണ്? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വണ്ടി ഓടിക്കാൻ പാടില്ല. അങ്ങനെ ഓടിക്കുന്നതിനെ പറ്റി പറയുന്നതാണ് ഇത് 66. തെറ്റ് ചെയ്താൽ 66. 112 എന്തിനെ പറ്റി പറയുന്നു? സ്പീഡ് ഗവർണർ ഇല്ലാതെ വാഹനം ഓടിക്കുന്നതിനെ പറ്റി പറയുന്നു. 114 എന്തിനെ പറ്റി പറയുന്നു? അമിതഭാരം കയറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? വെയിറ്റ് ചെക്ക് ചെയ്യാനോ ഒന്നിനും എനിക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ 114. 130 എന്താണ്? ഒരു ലൈസൻസോ അല്ലെങ്കിൽ എന്താണ് RC ബുക്കൊക്കെ എന്ത് ചെയ്യാൻ ഹാജരാക്കാൻ പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നില്ല? കാലയളവിന് അകത്ത് ഹാജരാക്കിയില്ലെങ്കിൽ അത് സെക്ഷൻ ഏതാണ്? 130. ഇത് IPC അല്ല, ഇതാണ് CMVR ആണ് കേട്ടോ. CMVR സെക്ഷനാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ. 132 എന്താണ്? 132 വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് വാഹനം നിർത്തേണ്ട സാഹചര്യങ്ങൾ വാഹനം നിർത്താതിരിക്കുക. ഇപ്പോൾ പറയുന്ന സ്ഥലത്ത് ഇപ്പം നമ്മൾ പറയാണ്, യാത്രക്കാർ പറയാണ് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, എനിക്കിവിടെ വണ്ടി നിർത്തി തരണമെന്ന് പറയുകയാണ്. നിർത്തിയില്ലെങ്കിൽ അതേത് സെക്ഷനാണ്? 132. ഓർത്തിരിക്കുക. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. പല സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മിസ്ബിഹേവിയർ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നല്ല KSRTC ഭാഗത്ത് നിന്നൊക്കെ മിസ്ബിഹേവിയർ ഉണ്ടാവില്ല, പ്രൈവറ്റ് ബസ്സിന്റെ ഭാഗത്ത് നിന്നുള്ള മിസ്ബിഹേവിയർ ഉണ്ടാവില്ല, നിർത്തി തരാറൊക്കെ ഇരിക്കാം. സെക്ഷൻ ഏതാണ്? 132. 132. എന്താണ് 182?
എൻഡോഴ്സ്മെന്റിന്റെ വിശദാംശങ്ങൾ നൽകാതെ ലൈസൻസ് നേടുകയോ ലൈസൻസിന് അപേക്ഷിക്കുകയോ ചെയ്യുന്നത്. ഈ പറയുന്ന വിശദാംശങ്ങൾ എന്ത് ചെയ്യുക നൽകാതെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എൻഡോഴ്സ്മെന്റിന്റെ വിശദാംശം നൽകാതെ ലൈസൻസ് നേടുകയോ ലൈസൻസിന് അപേക്ഷിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സെക്ഷനാണത് 182 ഓർത്തിരിക്കുക. ഏതാണ്? എൻഡോഴ്സ്മെന്റിന്റെ വിശദാംശങ്ങൾ നൽകാതെ ലൈസൻസ് നേടുകയോ ലൈസൻസിന് അപേക്ഷിക്കുകയോ ചെയ്താൽ ഇതാണ് സെക്ഷൻ 182. എന്തായിരിക്കും സെക്ഷൻ 183? അമിത വേഗതയിൽ വാഹനം ഓടിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നത് വണ്ടി അമിത വേഗത്തിൽ ഓടിക്കുന്ന സെക്ഷൻ ഏതാണ്? 183. അത് പഠിച്ചു വെക്കുക. ഓവർ സ്പീഡാണ് ഇത് 183. 82 എന്താണ്? ലൈസൻസ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ പറഞ്ഞ എൻഡോഴ്സ്മെന്റിലെ വിശദാംശങ്ങൾ കൊടുക്കാതെ നേടിക്കഴിഞ്ഞാൽ എന്താണ്? 182. ഓവർ സ്പീഡ് എന്താണ്? 83. 184 എന്തായിരിക്കും? അപകടകരമായി വാഹനം ഓടിക്കുക, ഡേഞ്ചറസ് ആയിട്ട് വാഹനം ഓടിക്കുന്നതാണ് 84. 83 സ്പീഡും 84 എന്താണ്? ഡേഞ്ചറസ് ആയിട്ട് വാഹനം ഓടിക്കുന്നതും ആണ്. 85 എന്തായിരിക്കും? മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ വാഹനം ഓടിക്കുക. അപ്പോൾ ഓർത്തിരിക്കാം. 83 എന്താണ്? അമിത വേഗം. 86 എന്താണ്? അപകടകരമായി വാഹനം ഓടിക്കുക. 85 എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ എന്താണ്? വാഹനം ഓടിക്കുകയാണ് 85. 86 എന്താണ്? ശാരീരികമായും മാനസികമായും വാഹനം ഓടിക്കാൻ അയോഗ്യനായ ആൾ. മെന്റലി റിട്ടയർഡ് ആൾക്കാരുണ്ടല്ലോ, മെന്റലി റിട്ടയർഡ് ആൾക്കാരുണ്ടെങ്കിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഇപ്പൊ ഞാൻ തന്നെ ആവും. ചിലപ്പോൾ ഫിസിക്കലി ഞാൻ ഫിറ്റല്ലായിരിക്കും, മെന്റലി ഞാൻ ഫിറ്റല്ലായിരിക്കും അല്ലെ. ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഓടിച്ചാൽ സെക്ഷൻ ഏതാണ്? 186. ഓർത്തിരിക്കാം. 183 എന്ന് പറയുന്നത് എന്താണ്? അമിത വേഗം. 84 അപകടകരമായി വാഹനം ഓടിക്കുക. 85 മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ. 86 എന്താണ്? ശാരീരികമായും മാനസികമായും വാഹനം ഓടിക്കാൻ അയോഗ്യനായ ആൾ എന്ത് ചെയ്യുന്നത്? വാഹനം ഓടിക്കുന്ന സെക്ഷനാണ് ഈ പറയുന്ന സെക്ഷൻ. അപ്പോൾ സെക്ഷൻ 185 എന്നാണ് നോക്കാം. മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നതാണ് നമ്മൾ നോക്കിയതാണ്. 186 എന്താണ്? ശാരീരികമായി മാനസികമായി എന്താണ്? വാഹനം ഓടിക്കാൻ അയോഗ്യനായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇതിൽ എന്താണ്? ഇതിൽ കുറ്റം ഒന്നൂറുണ്ട്. നമ്മൾ ഓടിച്ച മാത്രമല്ല സെക്ഷൻ 183 86 എന്നിവയിൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചാലും എന്ത് തന്നെയാണ്? അത് കുറ്റം തന്നെയാണ് കേട്ടോ. അത് പ്രേരിപ്പിച്ചാലും എന്ത് തന്നെയാണ്? കുറ്റം തന്നെയാണ്. ചെയ്യണമെന്നില്ല. പ്രേരിപ്പിച്ച ഒരാളെ ചെയ്യാൻ പ്രേരിപ്പിച്ചാലും എന്ത് തന്നെയാണ്? അത് കുറ്റം തന്നെയാണ്. 183 എന്താണ്? ഈ പറയുന്ന അമിത വേഗതയിൽ പോകാനാണ് കേട്ടോ. അതുപോലെ സെക്ഷൻ 188 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചാലും എന്ത് തന്നെയാണ്? അതും ശിക്ഷ തന്നെയാണ്. നമ്മൾ പ്രേരിപ്പിച്ചാലും എന്തുണ്ടാവും? ശിക്ഷ ഉണ്ടാവും. അത് ചെയ്യാൻ പാടില്ല. 189 എന്താണ്? അംഗീകൃതമല്ലാത്ത റോഡുകളിൽ റേസിംഗ് അല്ലെങ്കിൽ സ്പീഡ് ട്രയൽ എന്നിവ പങ്കെടുക്കുക. നമുക്കറിയില്ല, റോഡിലൊക്കെ നമ്മൾ എന്ത് കാണിക്കാറുണ്ട്? ഈ പറയുന്ന സ്റ്റണ്ടൊക്കെ കാണിക്കാറുണ്ട്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? വേറെ സ്ഥലങ്ങൾ നിർമ്മിക്കുക. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? റോഡിൽ എന്ത് ചെയ്യാൻ പാടില്ല? കാണിക്കാൻ പാടില്ല. അംഗീകൃതമല്ലാത്ത റോഡിൽ എന്ത് ചെയ്യാൻ പാടില്ല? അതൊന്നും ചെയ്യാൻ പാടില്ല. സെക്ഷൻ 189. 190 എന്താണ്? സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ വാഹനം ഉപയോഗിക്കുക. സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ വാഹനം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വാഹനത്തിന് ബ്രേക്ക് ഇല്ല, നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ ഏതാണ്? 190. ചിലപ്പോൾ ഇവരിങ്ങനെ ചോദിക്കാം. ഇപ്പോൾ രാമുവിൻ്റെ കാറിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. രാമുവിന് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം. രാമുവിന് ആ കാർ ഓടിക്കാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വാഹനം എടുത്ത് ഓടിക്കാൻ പാടില്ല. സെക്ഷൻ ഏതാണ്? 190. അത് ഏത് സെക്ഷനും ചോദിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, രാമു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അത് ഈ സെക്ഷൻ പ്രകാരമാണ് തെറ്റെന്ന് ചോദിക്കുക. ഏതാണ്? 190 കേട്ടോ. ഓക്കെ, ഇനി 194 എന്താണ്? അനുവദനീയമായ പരിധിയിലോ ഭാരത്തിലോ അധികമായി വാഹനം ഓടിക്കണം. അതായത് അനുവദനീയമായ പരിധിയിൽ അല്ലെങ്കിൽ എന്താണ് ഭാരത്തിലോ അധികമായി വാഹനം ഓടിച്ചാൽ എന്താണ്? സെക്ഷൻ 194. ഓവർ വെയിറ്റ് അല്ലെങ്കിൽ എന്താണ് ആ പറയുന്ന പരിധിയിൽ കൂടുതലൊക്കെ ആയിട്ട് നമ്മൾ വെയിറ്റ് ഒക്കെ ഓടിച്ചാൽ ഇവിടെ വരും 194 വരും. അനുവദനീയമായ പരിധിയിലോ അല്ലെങ്കിൽ എന്താണ് പെർമിറ്റ് കൊണ്ടല്ലേ, പരിധിയിലോ അല്ലെങ്കിൽ എന്താണ് ഭാരത്തിലോ അധികമായി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? നമുക്ക് സെക്ഷൻ 194 പ്രകാരം പിഴ കിട്ടാം അല്ലെങ്കിൽ ശിക്ഷ കിട്ടാം. അപ്പോൾ ഇതിനൊക്കെ എന്തുണ്ട്? പിഴയൊക്കെയുണ്ടല്ലോ. ഓവർ സ്പീഡിനും എല്ലാത്തിനും എന്തുണ്ട്? പിഴയുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പിഴയുണ്ട്. ഇതിനൊക്കെ എന്തുണ്ട്? ഈ സെക്ഷനൊക്കെ എന്തുണ്ട്? പിഴയുണ്ട്. ഓരോ സെക്ഷനിലും പറയും എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അടുത്ത് നോക്കാൻ പോകുന്ന റൂൾ 26 നമ്മൾ കുറച്ച് റൂൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അതിൽ 26 എന്താണെന്ന് നോക്കാം. CMVR റൂൾ 26 എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ 21 നോക്കാം. ഒരു ലൈസൻസിങ് അതോറിറ്റി അനുവദിച്ചിട്ടുള്ള ലൈസൻസ് എപ്പോഴെങ്കിലും നശിക്കപ്പെടുകയോ ചെയ്താൽ ലൈസൻസ് ഉടമയ്ക്ക് എന്ത് ചെയ്യാം? ലൈസൻസ് നൽകിയ ലൈസൻസിങ് അതോറിറ്റിയെ നഷ്ടപ്പെട്ട വിവരം അറിയിക്കുകയും രേഖാമൂലം ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് അപേക്ഷിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈസൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാനുള്ള അതുണ്ട്. അതേതാണ് റൂൾ 26 ഒന്നാണ്. ഇനി 26 2 എന്താണെന്ന് നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് അപേക്ഷിക്കുന്നതോടൊപ്പം റൂൾ 32 പറയുന്ന ഫീസ് വാങ്ങി ലൈസൻസിങ് അതോറിറ്റി ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് അനുവദിക്കണം. എന്താണ്? ഫീസ് ഉണ്ട് കേട്ടോ. എന്താണ് റൂൾ 32 പറയുന്ന ഫീസൊക്കെ നമ്മൾ ലാസ്റ്റ് പറയും. ഈ വീഡിയോയിൽ അവസാനം എന്ത് പറയില്ല, അതിൻ്റെ ഫീസ് പറയുന്നുണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് എന്തിനാ അപേക്ഷിക്കണം എന്ന് വാങ്ങുന്നുണ്ട്. റൂൾ 32 പ്രകാരമാണ് ഫീസ്. അപ്പം ഓർത്തിരിക്കാൻ റൂൾ 32 എന്തായിരിക്കും? ഫീസ് തന്നെ ആയിരിക്കും അല്ലേ. 26 2 ഇപ്പോൾ പറയുന്നത്. അടുത്ത ഇത് പറയുന്നത് 32 പറയും. ഇങ്ങനെ അനുവദിച്ച ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വ്യക്തമായി മാർക്ക് ചെയ്തിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിൽ എന്ത് കാണും? ഡ്യൂപ്ലിക്കേറ്റ് എന്ന് എഴുതിയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് എന്ത് ചെയ്യണം? വ്യക്തമായി എഴുതിയിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനുള്ള അപേക്ഷ ഫീസ് എത്രയാണ്? 400 രൂപയാണ്. നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് വേണം എത്ര അടയ്ക്കുക? 400 രൂപ അടയ്ക്കാം. ഒറിജിനൽ കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. പക്ഷേ എന്ത് എഴുതിയിരിക്കും? ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് ആണെന്ന് എഴുതിയിരിക്കും. ഓക്കെ അല്ലേ. നമ്മൾ ഏത് പഠിച്ചു? 26 പഠിച്ചു. 26 1 പഠിച്ചു. 26 2 പഠിച്ചു. 26 എന്ന് പറയുന്നത് എന്താണ്? ലൈസൻസ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 26 1 എന്താണ്? കളഞ്ഞു പോയി നമുക്ക് എന്ത് കിട്ടും? അപേക്ഷിക്കാൻ പറ്റും. ലൈസൻസ് ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കാൻ പറ്റും. 22 എന്താണ്? അപേക്ഷയോടൊപ്പം എന്തും വാങ്ങണം? റൂൾ 32 പ്രകാരം ഫീസും വാങ്ങണം. അപ്പോൾ നോക്കാം. ലാസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ അവസാനത്തെ ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്.
ഫോം 3ൽ ലേണേഴ്സ് ലൈസൻസ് ഓരോന്നിന്റെ ഫീസ് ആണ് കേട്ടോ. ഈ റൂൾ ജസ്റ്റ് റൂളും വകുപ്പും പഠിച്ചു പോകണമെന്നില്ല, നിങ്ങൾക്ക് തെറ്റിപ്പോകും. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഫീസ് എന്തായാലും ഓർത്തിരിക്കുക, ഫീസ് ചോദിക്കാം. റൂളും വകുപ്പും പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ പല സ്ഥലത്ത് പറഞ്ഞു പോയതായിരിക്കാം, അതുകൊണ്ട് എന്ത് ചെയ്യുക, കേട്ടിരിക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. ഫോം 3ൽ ലേണേഴ്സ് ലൈസൻസ് ലഭിക്കുവാൻ ഓരോ ക്ലാസ് വാഹനത്തിനും നമ്മൾ പറഞ്ഞു ലേണേഴ്സ് ലൈസൻസിന്റെ ഫോമാണ് ഏതെന്ന് പറയുന്നത് ഫോം 3 നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിൽ ലേണേഴ്സ് ലൈസൻസ് ലഭിക്കുവാൻ ഓരോ ക്ലാസ് വാഹനത്തിന് ഫീസ് എത്രയാണ്? ഏത് ക്ലാസ് ആയാലും ലേണേഴ്സ് ലൈസൻസ് കിട്ടിയാൽ എത്ര വേണം? ഫീസ് 150 രൂപ അടയ്ക്കണം. റൂൾ ഏതാണ്? 10 ആണ്, വകുപ്പ് 8 ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചാണ് ഏതെന്നാണ് ഈ പറയുന്ന ലേണേഴ്സ് ലൈസൻസ് ഫോം 3 ആണ് നമ്മൾ പഠിച്ചാണ്. എത്ര ഫീസാണ്? ലേണേഴ്സ് ലൈസൻസിന്റെ ഫീസ് എത്രയാണ്? ഇത് ഓർത്തിരിക്കാം, 150 ആണ്. ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് ഫീസ്, ലേണേഴ്സ് ലൈസൻസിന്റെ ടെസ്റ്റ് ഫീസ് ആണ് കേട്ടോ, 50 രൂപയാണ്. അതായത് ഫോം 3ൽ ലേണേഴ്സ് ലൈസൻസ് ലഭിക്കുവാൻ ഓരോ ക്ലാസ്സിനും എത്ര അടയ്ക്കണം? 150 അടയ്ക്കണം. ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് ഫീസ് എത്രയാണ്? ടെസ്റ്റ് ഫീസ് എത്രയാണ്? 50 രൂപയാണ്. ഫോമിന്റെ കാര്യമാണ് പറയുന്നത്, ഫോം 3യുടെ കാര്യമാണ് പറയുന്നത്, എത്ര? 150 രൂപയാണ്. ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് ഫീസ് എത്രയാണ്? 50 രൂപയാണ്. ഇതിലെ പറയുന്നത് വകുപ്പ് 27 ക്യൂവിലാണ് അതിനെപ്പറ്റി പറയുന്നത്. ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിനോ റീടെസ്റ്റിനോ ഓരോ ക്ലാസ് വാങ്ങി നമുക്ക് ഓരോ പരാജയപ്പെട്ടു, നമ്മൾ പോയി ടെസ്റ്റ് എടുത്ത് പരാജയപ്പെട്ടു. അപ്പോൾ എന്തിനാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനോ അതുപോലെ തന്നെ എന്തിനാണ് റീടെസ്റ്റിനോ ആണെങ്കിൽ ഓരോ ക്ലാസ് വാങ്ങുന്നതിന് എത്ര രൂപയാണ്? 300 രൂപയാണ്. ഇപ്പോൾ ബൈക്ക് ഉണ്ട്, എനിക്ക് കാറിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്, രണ്ടും എനിക്ക് റീ ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ 300, 600 രൂപ ഞാൻ അടയ്ക്കണം അല്ലേ. ഡ്രൈവിംഗ് ടെസ്റ്റിനോ അതുപോലെ റീ ടെസ്റ്റിനോ ഓരോ ക്ലാസ് വാഹനത്തിൽ എത്ര രൂപയാണ്? 300 രൂപയാണ്. ഇത് റൂൾ 11 ക്ലോസ് 1 ബിയിലാണ് പറയുന്നത്. റൂൾ 11 ബിയിലാണ് ഇതിനെ പറ്റി പറയുന്നത്. ഈ പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഫീസ് അല്ലെങ്കിൽ റീ ടെസ്റ്റിനുള്ള ഫീസിനെ പറ്റി പറയുന്ന വകുപ്പ് 9 ആണ്. നിങ്ങൾ ഈ വകുപ്പ് ഒന്ന് ഓർത്തിരിക്കട്ടെ, വകുപ്പ് ഏതാണ്? 9 ആണ് പറയുന്നത്. അതുപോലെ നമുക്ക് ഏതാണ് ഈ പറയുന്നത്? ആദ്യം പറഞ്ഞ എന്താണ്? ഫോം 3യുടെ ഫീസ് എത്രയാണെന്ന്. ഫോം 3 നമുക്ക് ലേണേഴ്സ് ലൈസൻസ് കിട്ടാൻ എത്രയാണ്? 150 രൂപ അടയ്ക്കണം അല്ലേ. ഓരോ വാഹനത്തിന് എത്രയാണ്? 150 തന്നെയാണ്. ലൈസൻസ് ടെസ്റ്റ് ഫീസ് എത്രയാണ്? ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് വിത്ത് ഫീസ് 50 രൂപയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിനോ റീ ടെസ്റ്റിനുള്ള ഫീസ് എത്രയാണ്? ഓരോ വാഹനത്തിനും എത്രയായിരിക്കും? ക്ലാസ്സിന് എത്രയായിരിക്കും? 300 രൂപയായിരിക്കും. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമല്ലോ, ഇഷ്യൂ എത്ര ഫീസ് അടയ്ക്കണം? നമ്മൾ 200 രൂപ. ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ എത്ര കൊടുക്കണം? 200 രൂപ നമ്മൾ കൊടുക്കണം. വകുപ്പ് 9 ആണ്. ഓക്കെ, ഇത് ഇതിൽ തന്നെ പറയുന്ന റൂള് 14 ബിയിൽ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിനെ പറ്റി. അതേതാണ്? ഈ പറയുന്ന 1000 രൂപ വേണം. ഇതാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ എത്ര രൂപയാണ്? 1000 രൂപയാണ്. അതായത് 14 ബിയിലാണ് പറയുന്നത്. വകുപ്പ് 9 തന്നെയാണ്. ഈ പറയുന്ന 3 ഏതാണ്? വകുപ്പ് 9ലാണ് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഡ്രൈവിംഗ് ടെസ്റ്റിനോ റീ ടെസ്റ്റിനോ ഉള്ളത് ഏതാണ്? വകുപ്പ് 9 ആണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ 9 ആണ്. ഇന്റർനാഷണൽ പെർമിറ്റ് ആണെങ്കിൽ ഏത് തന്നെയാണ്? ഡ്രൈവിംഗ് പെർമിറ്റ് ആണെങ്കിൽ 9 ആണ്. ഈ പറയുന്ന 3 വകുപ്പ് ഏതാണ്? 9 തന്നെയാണ്. ഫീസ് വ്യത്യാസമുണ്ട്, ഓർത്തിരിക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റും റീ ടെസ്റ്റും ഓരോ അതിന് എത്രയാണ്? 300 രൂപയാണ്. ലൈസൻസ് ഇഷ്യൂ എത്രയേ ഉള്ളൂ? 200 രൂപയേ ഉള്ളൂ. ഇന്റർനാഷണൽ പെർമിറ്റ് വേണം എത്ര വേണം? 1000 രൂപ വേണം, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തെന്താണ് ഈ പറയുന്ന എൻഡോഴ്സ്മെന്റ് ആണ് കേട്ടോ. എൻഡോഴ്സ്മെന്റ് ഓർ റിന്യൂവൽ. എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ എന്താണ്? റിന്യൂവൽ ഓഫ് ഓതറൈസേഷൻ ഫോർ വെഹിക്കിൾ ക്യാരിങ് ഹസാഡസ് ഗുഡ്. ഹസാഡസ് ഗുഡ് അറിയാലോ, അപകടകരമായ ഗുഡ്സിന്റെ കാര്യമാണ് പറയുന്നത്. അത് റിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ്? എൻഡോഴ്സ്മെന്റിന് ഫീസ് എത്രയാണ്? 100 ആണ്. അപകടകരമായ അല്ലെങ്കിൽ ഹസാഡസ് ഗുഡ്സിനെ പറ്റി പറയുന്നതാണ് എന്താണ്? അതിന്റെ എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ റിന്യൂവലിന്റെ ഫീസ് എത്രയാണ്? 100 രൂപയാണ്. വകുപ്പ് 9 തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ നമുക്ക് എത്ര കാര്യങ്ങൾ നേരത്തെ പറഞ്ഞാൽ 200 രൂപയാണ് ഫീസ്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ എത്രയാണ് ഫീസ്? 200 രൂപയാണ് ഫീസ്. വകുപ്പ് ഏതാണ്? 15 ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ പഠിച്ചു 15 വകുപ്പ് 15 നമ്മൾ പഠിച്ചു. ഫീസ് എത്രയാണ്? 200 രൂപയാണെന്ന് പഠിച്ചായിരുന്നു. അതുപോലെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ 1 വർഷം കഴിയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു ലൈസൻസ് നമുക്ക് എന്ത് ചെയ്യാം? 1 വർഷം മുമ്പോ അതിനുശേഷം 1 വർഷം കഴിഞ്ഞോ എന്ത് ചെയ്യാം? പുതുക്കാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞാൽ എത്ര രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്? 300 രൂപയാണ്. വകുപ്പ് ഏതാണ്? 15 ആണ്. അപ്പോൾ ലൈസൻസ് പുതുക്കലിനെ പറ്റി പറയുന്നത് ഏതാണ്? 15 ആണ്. അപ്പോൾ ഇത് തന്നെ വരുന്നതാണ് 15 വരുന്നതാണ്. നിങ്ങൾ ആ വകുപ്പുകൾ ഓർത്തിരിക്കുക, ചിലപ്പോൾ വകുപ്പ് ചോദിക്കാം. ഓക്കെ, ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനും പുതുക്കാനും. ഡ്രൈവിംഗ് സ്കൂളിൽ എന്ത് ചെയ്യുക? ലൈസൻസ് ഇഷ്യൂ ചെയ്യാനും പുതുക്കാനും എത്രയാണ്? 10,000 രൂപയാണ് കേട്ടോ. എത്രയാണ്? 10,000 രൂപയാണ്. അടുത്ത ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനാണെങ്കിൽ അതിൽ ഇഷ്യൂ ചെയ്യാനായാലും പുതുക്കാനും എത്രയാണ് ഫീസ് എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ് കേട്ടോ. അതായത് പറയുന്നത് വകുപ്പ് 12ലാണ് പറയുന്നത്. വകുപ്പ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്ന് പോവുക. ഇപ്പോൾ നേരത്തെ പലതിനെ പറ്റി നേരത്തെ എന്ത് വകുപ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഫീസാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇതിൽ പഠിക്കുന്നതിനെ പറ്റിയാണ്, ഫീസിനെ പറ്റിയാണ്. മറ്റൊരു ക്ലാസ് വാഹനം കൂടിച്ചേർക്കാൻ 500 രൂപയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഹസാഡസ് വാഹനത്തിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ റിന്യൂവൽ എത്രയാണ്? 1000 രൂപയാണെന്ന് അറിയാം. 100 രൂപയാണെന്ന് നമുക്കറിയാം. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനാണെങ്കിൽ എത്രയാണ്? 200 രൂപയാണെന്ന് നമുക്കറിയാം. ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ 1 വർഷം കഴിയാണ് എത്രയാണ് ഫീസ്? നമുക്ക് പറഞ്ഞു അല്ലേ, ലൈസൻസ് പുതുക്കാൻ 1 വർഷം മുൻപോ ലൈസൻസ് കാലാവധി കഴിഞ്ഞ് 1 വർഷം ശേഷം നമുക്ക് എന്തെങ്കിലും പുതുക്കാൻ പറ്റും. പക്ഷേ കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ എത്രയാണ്? 300 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനും പുതുക്കാനും എത്രയാണ്? 10,000 രൂപയാണ്. ഓർത്തിരിക്കുക, 10,000 രൂപയാണ്. ഡ്രൈവിംഗ് സ്കൂളിന് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് നൽകാൻ എത്രയാണ്? നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എത്ര മതി? 5,000 രൂപ മതി. ഡ്രൈവിംഗ് സ്കൂളിന് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് നൽകാൻ എത്ര മതി ഫീസ്? 5,000 രൂപ മതി. വകുപ്പ് 12 തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. റൂൾ 29 പ്രകാരം ലൈസൻസിങ് അതോറിറ്റിയുടെ ഓർഡറിനെതിരെ അപ്പീൽ പോകാൻ നമുക്ക് റൂൾ 29 പ്രകാരം നമുക്ക് എന്താണ് ലൈസൻസിങ് അതോറിറ്റി എന്ത് ചെയ്തു? നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തെന്ന് വിചാരിക്കാം. ആരാണ് ലൈസൻസിങ് അതോറിറ്റി നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു? അവരുടെ ഓർഡർ എന്ത് ചെയ്തു? അവർ കൊണ്ടുവന്നു. അതിനെതിരെ അപ്പീൽ ചെയ്യാം. നമുക്ക് എത്ര മതി? 500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീൽ ചെയ്യാം. എത്ര മതി? 500 രൂപ ഉണ്ടെങ്കിൽ അവരുടെ ഡിസിഷൻ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീൽ ചെയ്യാം. ഓക്കെ,
അതുപോലെ ഒന്നോ അതിലധികമോ ക്ലാസ് വാഹനങ്ങളെ ലൈസൻസിൽ നിന്നും ഒഴിവാക്കാനും അഡ്രസ് മറ്റ് വിവരങ്ങൾ എന്നിവ ലൈസൻസിൽ ചേർത്താൻ എത്രയാണ്? 200 രൂപയാണ്. ഓർത്തിരിക്കുക എന്താണ്? ഒന്നോ അതിലധികമോ ക്ലാസ് വാഹനങ്ങളെ ലൈസൻസിൽ നിന്ന് ഒഴിവാക്കുവാനും അഡ്രസ്സ് മറ്റ് വിവരങ്ങൾ എന്നിവ എന്ത് ചെയ്യുക ലൈസൻസിൽ നിന്ന് തിരുത്താൻ എത്ര മതി? 200 രൂപ മതിയാകും. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് വേണമെങ്കിൽ എത്ര രൂപ നമ്മൾ നേരത്തെ പഠിച്ചു? 400 രൂപ കൊടുത്താൽ മതിയാകും. എത്രയാണ്? 400 രൂപയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് അക്രഡിറ്റേഷൻ ടു എ ഡ്രൈവർ ട്രെയിനിങ് സെൻറ്റർ. ഒരു ഡ്രൈവർ ട്രെയിനിങ് സെൻറ്ററിന് നമ്മൾ അക്രഡിറ്റേഷൻ വേണമെങ്കിൽ എത്രയാണ്? 50,000 രൂപ കൊടുക്കണം. എത്രയാണ്? 50,000 ആണ്. അതായത് എന്താണ്? നമുക്ക് ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്ററിന് എന്താണ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്ററിന് എന്ത് വേണമെങ്കിൽ അക്രഡിറ്റേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 50,000 രൂപ ഫീസ് കൊടുക്കണം. എത്രയാണ്? 50,000 രൂപ. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് അക്രഡിറ്റേഷൻ. എന്താണ് ഡ്രൈവിംഗ് ട്രെയിനിങ് സ്കൂളിൽ എന്ത് കൊടുക്കുകയാണ്? ട്രെയിനിങ് സെൻറ്ററിൽ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഡ്യൂപ്ലിക്കേറ്റ് അക്രഡിറ്റേഷൻ കൊടുക്കാൻ എത്രയാണ് ഫീസ്? 10,000 രൂപ മതിയാവും. അപ്പോൾ എടുക്കാൻ എത്രയാണ്? അപ്പോൾ 50,000 വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എത്ര മതിയാവും? 15,000 മതിയാക്കും. ഓക്കെ. പിന്നെ റൂൾ 30 പ്രകാരം ലൈസൻസിങ് അതോറിറ്റിയുടെ ഓർഡറിനെതിരെ അപ്പീൽ നൽകാൻ നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ എത്രയാണ്? റൂൾ 29. റൂൾ 29 500 രൂപ മതിയാകും. പക്ഷേ റൂൾ 30 പ്രകാരം എത്ര വേണം? 20,000 രൂപ വേണം. റൂൾ 30 പ്രകാരം ലൈസൻസിങ് അതോറിറ്റിയുടെ ഓർഡറിനെതിരെ അപ്പീൽ പോകാൻ നമുക്ക് എത്ര വേണം? 20,000 രൂപ വേണം. തെറ്റിപ്പോകാം. റൂൾ 29 പ്രകാരം എത്ര മതി? 500 രൂപ മതിയാകും. അതേസമയം റൂൾ 30 പ്രകാരം എത്ര വേണം? 20,000 രൂപ വേണം. നമ്മൾ ഇതിൽ പറഞ്ഞ കുറച്ച് ഫീസുകളുടെ കാര്യമാണ്. നിങ്ങൾ ഈ പറയുന്ന വകുപ്പ് റൂളൊന്നും ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ പിന്നെ നോക്കാം. ഇപ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഈ പറയുന്ന ഫീസാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. ഇതിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഫീസ് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്ത് ചെയ്യുക? ഈ പറയുന്ന ഫീസുകളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. എന്താണ് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും എന്ത് ചെയ്യുക? റിവൈൻഡ് ചെയ്ത് പോകാം. എത്ര ഫോം 3യുടെ ഫീസ് എത്രയാണ്? 150 രൂപയാണ് അല്ലേ? ഫോം 3യിൽ പറയുന്ന ഓരോ ക്ലാസ് വാഹനത്തിൽ എത്രയാണ്? 150 രൂപയാണ്. ലേണേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ലേണേഴ്സ് ലൈസൻസ് കിട്ടാൻ എത്രയാണ്? ലൈസൻസ് ടെസ്റ്റിന് എത്രയാണ്? 50 രൂപയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒരു ടെസ്റ്റിന് എത്ര വേണം? 300 രൂപ വേണം. ഓരോ ക്ലാസ്സിന് 300 രൂപ വെച്ച് വേണം. ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ എത്ര രൂപയാണ്? 200 രൂപയാണ് അല്ലേ? ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ എത്ര വേണം? 200 രൂപ വേണം. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ എത്ര വേണം? 1000 രൂപ വേണം. ഓക്കെ അല്ലേ? 1000 രൂപയാണ് അല്ലേ? ഓക്കെ. ഇനി മറ്റൊരു ക്ലാസ് വാഹനം കൂട്ടിച്ചേർക്കാൻ എത്ര മതി? 500 രൂപ മതിയാവും അല്ലേ? അതുപോലെ തന്നെ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ റിന്യൂവൽ ചെയ്യാൻ എത്രയാണ് വേണ്ടത്? അസാഡസ് വാഹനമാണെങ്കിൽ 100 രൂപ മതിയാവും അല്ലേ? ഇനി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനാണെങ്കിൽ എത്ര വേണം? 200 വേണം. ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ 1 വർഷം കഴിഞ്ഞാൽ എത്ര വേണം? 300 രൂപയാണ്. എത്രയാണ്? 300 രൂപയാണ്. അതുപോലെ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ എത്ര വേണം? ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനും പുതുക്കാൻ എത്രയാണ്? ഈ പറയുന്ന 10,000 രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് കിട്ടാൻ എത്ര മതി? 5,000 രൂപ മതിയാകും. റൂൾ 29 പ്രകാരം നമുക്ക് എന്താണ് ഈ പറയുന്ന ലൈസൻസിങ് അതോറിറ്റിക്കെതിരെ അപ്പീൽ പോകാൻ എത്ര മതിയാകും? 500 രൂപ മതിയാകും. പക്ഷേ എത്രയാണ്? റൂൾ 30 പ്രകാരമാണെങ്കിൽ എത്ര വേണം? ഈ പറയുന്ന 20,000 രൂപ വേണം. ഒന്നോ അതിലധികമോ ക്ലാസ് വാഹനങ്ങളെ ലൈസൻസിൽ നിന്ന് ഒഴിവാക്കാൻ എത്രയാണ്? 200 രൂപയാണ് അല്ലേ? അതുപോലെ എന്താണ് മറ്റ് വിവരങ്ങളും എന്നിവ ലൈസൻസിൽ തിരുത്തുവാൻ എത്ര മതിയാകും? 200 രൂപ മതിയാകും. ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ എത്ര രൂപ വേണം? 400 രൂപ കൊടുക്കണം. അതുപോലെ ഇഷ്യൂ ഓഫ് അക്രഡിറ്റേഷൻ ടു എ ഡ്രൈവർ ട്രെയിനിങ് സെൻറ്റർ എത്രയാണ്? 50,000 രൂപയാണ്. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എത്ര മതിയാകും? 15,000 രൂപ മതിയാവും. അപ്പോൾ ഈ വീഡിയോയോട് കൂടി നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് ഞാൻ കവർ ചെയ്ത് പോകാനുണ്ടോ? നമ്മളൊരു 3, 4, 5, 6 വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന പറ്റി പറയുന്നു? CMVRനെ പറ്റി പറയുന്നു. മോട്ടോർ വെഹിക്കിൾ ആക്ടിനെ പറ്റി പറയുന്നു. അതുപോലെ എന്തിനെ പറ്റി പഠിച്ചു? കേരള മോട്ടോർ വെഹിക്കിൾ റൂളിനെ പറ്റി പഠിച്ചു. ഇതിനെയൊക്കെ പറ്റി പഠിച്ചു. ഇതിൽ വരുന്ന സെക്ഷൻസ് പഠിച്ചു. ഇതിൽ പറയുന്ന ഡെഫിനിഷൻ പഠിച്ചു. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തു? കവർ ചെയ്ത് പോയി. ആ ടോപ്പിക്ക് മൊത്തം കവർ ചെയ്ത് പോയി. ഈ 6 വീഡിയോ അല്ലെങ്കിൽ പറയുന്ന ഇന്ന് 6 വീഡിയോ ആണ്. ഈ 6 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ടോപ്പിക് ഫുള്ള് കവർ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം അതുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു പോകേണ്ട കാര്യങ്ങൾ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. കാര്യം നിങ്ങൾക്ക് അടുത്ത മാസം 16-ാം തീയതി എക്സാം ആണ്. ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വെറുതെ വിടുന്നില്ല. നിങ്ങൾക്ക് യൂട്യൂബിലൂടെ അതുപോലെ തന്നെ ആപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്ത് ചെയ്യണം? ഇപ്പം ആദ്യത്തെ ടോപ്പിക് കവർ ആകുകയാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യും? ബാക്കിയുള്ള ടോപ്പിക്കുകൾ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഉടനെ എത്തുന്നതായിരിക്കും. എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ കൂടെ പഠിച്ചു പോകാം. നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.